എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ഇന്നത്തെ വിശേഷത്തില് ഇഷിത രാവിലെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങണം. ആ സമയത്ത് ഇഷിതയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നേ. ഇഷിത കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇപ്പൊ തന്നെ വരൂ കേട്ടോ, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, പൈസയുടെ കാര്യം നോക്കോ വേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഇഷിത കാറിലേക്ക് കയറി. കാർ സ്റ്റാർട്ടാക്കാൻ പോകണം. ആ സമയത്ത് കാർ സ്റ്റാർട്ടാകുന്നില്ല. പെട്ടെന്ന് തന്നെ ഇഷിത തിരിച്ചിറങ്ങിയിട്ട് ബോണറ്റൊക്കെ ഒന്ന് പൊക്കി നോക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും മഹേഷ് എന്നോട് വന്നു. മഹേഷ് അങ്ങോട്ട് വന്നിട്ട് കാരണത്ത് പോയിട്ട് തുറന്നു വെച്ചേക്കുന്ന നേരത്തേക്ക് നെത്തി നോക്കുകയാണ്. ഇത് കണ്ടത് ഇഷിത പറഞ്ഞു, ഞാൻ ആരുടെ ഹെൽപ്പൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, ഓ ഇപ്പം 101 ഒന്ന് 100ലേക്ക് വന്നെന്ന് തോന്നല്ലോ എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇഷിത അങ്ങോട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇഷിതയുടെ കൈ പൊള്ളി. പെട്ടെന്ന് ഇഷിത കൈ അങ്ങോട്ട് പിൻവലിക്കുകയാണ്. അതെ, ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വലിയ ജാട. അതെ, നമ്മളോട് കളിക്കുന്ന പോലെ അല്ല എന്ന് പറയാണ്. ഇത് കേട്ടതും ഇഷിതയൊന്നും മിണ്ടിയില്ല. പിന്നീട് മഹേഷ് ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അതെ ഒരു ഹെൽപ്പ് ചെയ്യാന്ന് ചോദിക്കാം. ഒരു ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല റിക്വസ്റ്റ് ആയിട്ട് പറ, ഹെൽപ്പ് ചെയ്യാവോന്ന് ചോദിക്കും. അവസാനം അങ്ങനെ ഇഷിത പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് മഹേഷ് എന്നിട്ട് ബോണ്ടത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പിടിച്ചും ഇതൊക്കെ തിരിച്ചുമൊക്കെ നോക്കണം. അവസാനം പറഞ്ഞു, കാർ കയറി സ്റ്റാർട്ട് ചെയ്യാൻ പറയണം. അങ്ങനെ ഇഷിത കയറി സ്റ്റാർട്ടാക്കി കഴിഞ്ഞപ്പോൾ കാർ സ്റ്റാർട്ടായി. പിന്നീട് ഇഷിത കുറച്ച് ടിഷ്യൂ ഒക്കെ എടുത്തുകൊണ്ട് വരുവാണ്. മഹേഷിന്റെ കൈ നിറച്ച് കരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എന്ത് ചെയ്ത് മഹേഷ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ഇഷിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. മഹേശ്വറാണ് വിളിച്ചത്. അതെ, ഞാൻ സൈബർ സെല്ലിന്റെ ഓഫീസിലേക്ക് പോവാന്ന് പറയണേ. അതെന്തിനാ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറയണം. ഇത് കേട്ട് ഇനിയിപ്പോ എന്താ ഏതാണെന്നും ഇഷിതയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഈ സമയം സുചിത്ര എന്ത് ചെയ്യുവാണ്, സുചിത്ര സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് രണ്ട് അവന്മാർ വന്നിട്ട്, ചെറുപ്പക്കാർ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോയി. എടാ ഇത് ആ വീഡിയോക്കകത്ത് കണ്ട പെണ്ണല്ലേ എന്ന് ചോദിക്കുകയാണ്. അവന്മാരങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും 2 പേര് ബൈക്കേ വന്നിട്ട്, ആഹാ നീ കൊള്ളാലോടെ ആള്, വീഡിയോക്കകത്തൊക്കെ അഭിനയിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് കളിയാക്കുവാണ്. വല്ലാത്ത സങ്കടമായിപ്പോയി സുത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ കണ്ടാലും കൊള്ളാം, അത് ഞങ്ങളോടെ ഒന്ന് അഭിനയിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായ കമന്റ്സ് ഒക്കെ പറയണം. അപ്പോഴേക്കാണ് മഹേശ്വറിന്റെ വണ്ടിയും കൂടെ വരുന്നത്. മഹേശ്വർ വന്നിട്ട് ചാടി ഇറങ്ങി. എന്താ കാര്യം ചോദിക്കണം. ഏട്ടാന്ന് പറഞ്ഞോണ്ട് സുചിത്ര വിളിക്കണോ. ഓ അപ്പം ഇവിടെ കൊണ്ടാൻ വന്നാണ് നീ ആള് കൊള്ളാലോടെന്നൊക്കെ പറയണേ. ഇത് കേട്ട മഹേശ്വരന് സഹിച്ചില്ല. നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്ന് അടിപിടി ഉണ്ടാക്കണം. അവസാനം അവന്മാരെ അവിടുന്ന് ഓടുവാണ്. അങ്ങനെ സുചിത്രനും കൂട്ടിക്കൊണ്ട് മഹേശ്വരൻ അങ്ങോട്ട് പോവാ. ഈ സമയം മഹേഷിന്റെ വീട്ടില് വക്കീല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വക്കീല് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് പറഞ്ഞു, ഇനി കേസിനൊക്കെ ആയിട്ട് 2-3 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ അതിനുള്ളിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ ചിപ്പിമോളെ കിട്ടത്തുള്ളൂ എന്ന് പറയണം. വക്കീല് പറഞ്ഞു, അതിന് ഞാൻ നോക്കിയിട്ട് ഒരു പോംവഴി മാത്രമേ കാണുന്നുള്ളൂ. ആരെങ്കിലും സ്ട്രോങ് ആയിട്ട് കോടതി പറയണം, കുഞ്ഞ് അവിടെ സേഫ് അല്ല, രചനയുടെ വീട്ടിൽ സേഫ് അല്ലെന്ന് പറഞ്ഞാൽ മാത്രമേ കുഞ്ഞ് നമുക്ക് വിട്ടു കിട്ടുള്ളൂ. അത് രചനയുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ആണെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും. രചനയുടെ ബന്ധുക്കാർ അങ്ങനെ ആരിലും. ഇത് കേട്ട് മഹേഷ് പറഞ്ഞു, അങ്ങനെ ആരും ഇല്ലെന്ന് പറയണം. എന്നാ പിന്നെ രചനയുടെ വീട്ടിൽ ആയേനെ കൊണ്ട് അതിനും പറയിച്ചാലോ. പക്ഷെ അവരങ്ങനെ പറയത്തില്ലല്ലോ എന്ന് മഹേഷ് പറയാ. അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ആരെ കൊണ്ട് പറയിച്ചാലായിരിക്കും. പെട്ടെന്ന് മഹേഷ് കൊടുത്തു, ഒരാളുണ്ട്, ഡോക്ടർ ഇഷിത. ഒരു പക്ഷെ അവര് വന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാണെങ്കിൽ ഇനിയിപ്പോ കുഞ്ഞിനെ തനിക്ക് വിട്ടു കിട്ടുമായിരിക്കും എന്ന് പറയാം. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഡോക്ടർ ഇഷിതയെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത അങ്ങോട്ടൊരു കൊടുങ്കാറ്റ് പോലെ കയറി വരിക. കയറി വന്ന ഉടനെ അവിടെ ഫ്ലവർ വേസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഒറ്റ ഏറ് കൊടുക്കുകയാണ്. എന്താ ഏതാന്നൊന്നും മഹേഷിനൊന്നും കാര്യം മനസ്സിലായില്ല. നീ എന്തായി ചെയ്യുന്നതെന്ന് മഹേഷ് ചോദിക്കുകയാണ് ഇഷിതയോട്. പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, ഈ വിവേക് ആരാന്ന് ചോദിക്കുക. എന്റെ അനിയനാ. ഓഹോ, അപ്പൊ അനിയനും ചേട്ടനും എല്ലാവരും കൂടെ ഒത്തോണ്ടുള്ള പരിപാടി എല്ലാവരും ചോദിക്കും. ഇത് കേട്ട് സ്വപ്നവലി പറഞ്ഞു, നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ, നീ എന്ത് കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. ദേ അയാൾ കാണിച്ചു കൂട്ടി തെമ്പാടിത്തരം ഉണ്ടല്ലോ, ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ ഇട്ട് കൊടുക്കുകയാണ്. തങ്ങളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ ഇട്ട് തന്നിട്ട് നോക്കാൻ പറയാണ്. അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന്റെ മുഖം അങ്ങോട്ട് മാറി. ദേ അനിയൻ ചെയ്ത പ്രവൃത്തിയാ. അവന് എന്റെ അനിയത്തിയുടെ സുചിത്രയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് മോർഫ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയാസ് മൊത്തമായി. ഇപ്പൊ നാണക്കേട് കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അറിയാവോ. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ആവുന്നില്ല. എനിക്ക് എന്നോട് രചന പലവട്ടം പറഞ്ഞ ചിപ്പിമോളെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് കോടതി വന്നിട്ട് ഒരു മൊഴി കൊടുക്കണമെന്ന്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. കാരണം നിങ്ങളോട് എനിക്കൊന്നും വെറുപ്പൊന്നും ഇല്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഞാൻ കോടതിയിലേക്ക് പോകും, നിങ്ങൾക്കെതിരെ കോടതിയിലെ മൊഴി കൊടുക്കുക തന്നെ ചെയ്യും. ചിപ്പിമോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടിക്കൂടാ. കാരണം ഇപ്പം
എന്റെ കുടുംബം നിങ്ങൾ അത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. മഹേഷ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. ആ സമയത്ത് സ്വപ്നവലി വല്ലാതെ പൊട്ടിക്കരയുവാണ്. പിന്നീട് രചനയുടെ വീട്ടിലേക്ക് മൃണാളിനി വരുവാണ്. അങ്ങനെ അവളും ആകാശം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആകാശിനോട് മൃണാളിനി പറഞ്ഞു, അതെ, ഒരു ഞെട്ടിക്കുന്ന ന്യൂസും പിന്നെ ഒരു സന്തോഷിക്കുന്ന ന്യൂസും ഉണ്ടെന്ന് പറയണം. അല്ല, ഞെട്ടിക്കുന്ന ന്യൂസ് എന്താ? ഞെട്ടിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ശോഭിക്ക് ഉടനെ മിക്കവാറും ജാമ്യം കിട്ടും, പരോളിന് ഇറങ്ങുമായിരിക്കും എന്ന് പറയണം. ശോഭി ഇറങ്ങുവാണോ? അതെ, ശോഭി ഇറങ്ങുമെന്ന് പറയണ. അതുപോലെ തന്നെ സന്തോഷിപ്പിക്കുന്ന ന്യൂസ് വിനോദ് മാളിക്ക് ചാർജ് എടുക്കുമെന്ന് പറയാം. എന്നാ കുഴപ്പമില്ല, അവരെ കൊണ്ട് നമുക്ക് ആ കാര്യം കൂടെ കൈകാര്യം ചെയ്യിക്കാന്ന് പറയണ. അപ്പോഴേക്കും രചന അങ്ങോട്ട് വന്ന് ജ്യൂസൊക്കെ ആയിട്ട് മൃണാളിനിക്ക് ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് മൃണാളിനി ചോദിച്ചു, അല്ല ആകാശം ഇപ്പൊ ജ്യൂസാണ് കുടിക്കുന്നത്, മറ്റേ മദ്യമൊക്കെ നിർത്തിയോന്ന് ചോദിക്കും. എന്ത് ചെയ്യാനാ, ആകാശിനോട് പറഞ്ഞിട്ട് കേൾക്കണ്ടേ, അതൊക്കെ ശരീരത്തിന് ഹാനികരമാകാനായിട്ട് വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആകാശം മിക്കവാറും നേരത്തെ തന്നെ മുകളിലേക്ക് പോകും. അങ്ങനെ മുകളിലേക്ക് വിടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ജ്യൂസൊക്കെ കൊടുക്കുന്നതെന്ന് പറയാം. ഇത് കേട്ടത് ആകാശം പറഞ്ഞു, അവളതൊക്കെ ചുമ്മാ പറയുന്ന ഒരു 2 മണിക്കൂർ, അതിനുശേഷം ഞാൻ വീണ്ടും മദ്യത്തിലേക്ക് തന്നെ പോകുന്നു പറയാണ്. ഇങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രചന പറഞ്ഞു, ചിപ്പിമോളയുടെ കേസ് അടുത്ത ദിവസം വിളിക്കും, ചിപ്പിമോളെ എനിക്ക് കിട്ടണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മൃണാളിനി പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ കേസ് കോടതി വന്നു കഴിയുമ്പോൾ സ്ട്രോങ് ആയിട്ട് ഒരു തെളിവ്, ഒരു മൊഴി ആരെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിപ്പിമോളെ നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് പറയണം. ഡോക്ടർ ഇഷിത നിങ്ങളോടൊപ്പം നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പറയാം, പക്ഷെ ഇഷിതേനെ കയ്യിലെടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതെങ്ങനെയും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്തൊരു വാഹനം വന്നിരിക്കുന്ന സൗണ്ട് കേട്ടെ, ആരോ വന്നിട്ടുണ്ടല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞ് ആകാശം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. അപ്പൊ വിനോദ് മാളികക്കലായിരുന്നു വന്നേ. വരൂന്ന് പറഞ്ഞ് വിനോദിനകത്തേക്ക് ക്ഷണിക്കുവാണ്. വിനോദ് അങ്ങനെ വന്നു. അപ്പൊ മൃണാളിനി എവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ആകാശം പറഞ്ഞു, നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുന്നില്ലെന്ന് നിൽക്കുക. അതെ, 6 വർഷങ്ങൾക്ക് ശേഷം, മുമ്പ് നമ്മൾ കണ്ടേൽ പിന്നെ വീണ്ടും ഇപ്പോഴാ കാണുന്നതെന്ന് പറയാണ്. ഈ സമയത്ത് രചനയെ പരിചയപ്പെടുത്തുവാണ്. ഇതെന്റെ വൈഫ് രചന എന്നൊക്കെ പറയാണ്. ഇത് വിനോദ് മാളികക്കൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒത്തിരി കേട്ടിട്ടുണ്ട്, എന്നാലും യുവജന നേതാവിന് സ്വാഗതം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ പോയി ഞാൻ ഒരു ജ്യൂസ് എന്തെങ്കിലും എടുത്തോണ്ട് വരാന്ന് പറയണേ. ഒന്നും വേണ്ട, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ, എടുത്തോണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ വിനോദിനോട് ആകാശം പറഞ്ഞു, അതെ, ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയുണ്ടെന്ന് പറയാണ്. എന്താ? നമുക്കെതിരെ ജയിലിലൊരു ഗൂഢാലോചന ഉരുണ്ടു കൂടുന്നുണ്ടെന്ന് പറഞ്ഞേ. അതെന്താ? അവന് ശോഭി ജയിൽ മോചിതനാവാൻ പോവാന്ന് പറയണ. അവന്റെ ഒരു കാരണവശാലും അവൻ ഇറങ്ങരുത്, അത് ഭയിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കൊണ്ട് ചെയ്യാമെന്ന് ചോദിക്കണം. അതാണോ? ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാണ്. ഇത് കേട്ടിച്ചപ്പോ മൃണാളിനി പറഞ്ഞു, അവനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഈ കേസ് കുത്തിപ്പോക്കും, വീണ്ടും ഇതിനെ പുറകെ പോകും, അവനെ റീഓപ്പൺ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 പേരും ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് പറയണം. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം. അപ്പോഴേക്കും വിനോദിന്റെ ഫോണിലേക്ക് കോൾ വരുവാണ്. മിനിസ്റ്ററാ വിളിക്കാന്ന് പറഞ്ഞ് കോൾ എടുത്തു. ഹലോ, പറഞ്ഞോ നേതാവെന്നൊക്കെ പറയാണ്. ആണോ? എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ എത്താന്ന് പറയണം. പിന്നീട് ആകാശിനോടൊക്കെ പറഞ്ഞു, അതെ, അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് മിനിസ്റ്റർ ഓഫീസിൽ വെച്ച്, ഞാൻ ഇറങ്ങിയേക്കുവാന്ന് പറയണം. അപ്പത്തേക്ക് രചന ജ്യൂസൊക്കെ ആയിട്ട് വരുവാണ്. ഇപ്പോഴെനിക്ക് വേണ്ട, പിന്നെ ഒരു ദിവസം ജ്യൂസൊക്കെ കുടിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവാണ്. ഈ സമയം ആകാശം പറഞ്ഞു, വിനോദന് നല്ല തിരക്കുള്ള സമയം, അവരും കേരളത്തിലേക്ക് എത്തിയതല്ലേ ഉള്ളൂ, പോരാത്തതിന് ഇനിയിപ്പൊ പാർട്ടിയുടെ വലിയൊരു നേതാവും കൂടെ അല്ലേന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുകയാണ്. പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് സുചിത്ര മുറി വന്നിരിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് ഇഷിത അങ്ങോട്ട് വരുന്നത്. ഇഷിത വന്നിട്ട് പറഞ്ഞു, സുജി, നീ എന്തിനെങ്കിലും സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയണേ. എനിക്കറിയാം, നമ്മൾ ഈ സമയത്ത് പൊരുതി നേടുക ചെയ്യണ്ടേ, എനിക്ക് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയില്ലേ. നമ്മൾ പെൺകുട്ടികൾ എന്തെങ്കിലും സംഭവിച്ച് അവിടെ വീണ് കിടക്കുമല്ലേ ചെയ്യണ്ടേ, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. എന്നെ കണ്ടുപിടിക്കുക, എന്നെ പോലെ തന്നെ നീയും ആവണം, നല്ല ശക്തിയോടുകൂടി നമ്മൾ പൊരുതണം എന്ന് പറയാ, തളർന്നു പോവരെന്ന് പറയണം. എന്നാലും ഞാൻ വിവേകിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, അവൻ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. അതൊന്നും പോട്ടെ, അതോർത്ത് നീ വിഷമിക്കേണ്ടെന്ന് പറയാം. എന്നാലും അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നി ബ്രേക്കപ്പായെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമെന്ന് ചോദിക്കാം. പോട്ടെ സുജി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. അപ്പോഴാണ് വിനോദിന്റെ കോള് വരുന്ന ഫോണിലേക്ക്. വിനോദ് വിളിക്കുന്നു പറയാം. എന്നാ ശരി, നിങ്ങൾ സംസാരിക്കാനും പറഞ്ഞോണ്ട് അവിടുന്ന് രക്ഷിത മാറുവാണ്. വിനോദ് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല സുചിത്ര ഇത് എവിടെയാന്ന് ചോദിക്കുക. ഞാൻ എന്റെ ചിറ്റയുടെ വീട്ടിലാന്ന് പറയണം. അതെ, വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, സാരില്ല പോട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും ഒറ്റ കരച്ചിലായിരുന്നു സുചിത്ര. എന്തിനാ കരയണേ? ഞാന് വിഷമിക്കൊന്നും വേണ്ട, ചില ഞരമ്പരോകൾ ഇങ്ങനെയാ, അങ്ങനെയൊക്കെ ചെയ്യുന്നിരിക്കും, അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട, അതൊക്കെ ഒരു ചെവിക്കട കേട്ട് അല്ലെ ഒരു ചെവിക്കട ഗതാഗതം കൊണ്ട് പറഞ്ഞു വിട്ടേക്കണം. നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകളെല്ലാം സത്യമാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ലെന്ന് പറയണം. അതോർത്ത് വിഷമിച്ചിരിക്കില്ല, എന്ത് വന്നാലും ഞാൻ കൂടെ ഇല്ലേ എന്നൊരു ആശ്വസിപ്പീര്. അത് മതിയായിരുന്നു സുചിത്രയ്ക്ക്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇഷിത വരുവാണ്. ഇഷിത വന്നിട്ട് ചോദിച്ചു, എന്ത് പറഞ്ഞു വിനോദ്?
സാരമില്ല, പേടിക്കണ്ട, ഞാൻ കൂടിയില്ലേന്ന്. അത് മതിയല്ലോ, ഇത് കൂടുതൽ ഇനി എന്താ വേണ്ടേന്ന് ചോദിക്കുക. കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞ സുഹിത്രയോട് ഉറങ്ങാൻ പറയണം. അങ്ങനെ സുഹിത്ര തിരിഞ്ഞു കിടന്ന് കഴിയുമ്പോഴത്തേനും ഇഷിത പോയി സുഹിത്രനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ്. സുഹിത്രയുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ അവർ കരഞ്ഞു തീർക്കട്ടെ എന്ന് ഓർത്തുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.